ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. കിലിക്യ പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറ പട്ടണത്തിലെത്തി. അവിടെ ശതാധിപൻ ഇതിലേക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ടു. ഞങ്ങളെ അതിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കാകിയാൽ ക്രേത്താദ്വീപിന്റെ മറപറ്റി സൽമോനയ്ക്ക് നേരെ ഓടി. കരപറ്റി പ്രയാസത്തോടെ ലസയ പട്ടണത്തിന്റെ സമീപത്ത് ശുഭതുറമുഖം എന്ന പേരുള്ള സ്ഥലത്തെത്തി. ഈ പ്രയാണത്തിൽ, ഈ യാത്രയിലെല്ലാം പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്, വലിയ തടസ്സങ്ങളാണ്, പ്രതിസന്ധികൾ, നേരെ എതിരെ വരുന്നതായ പ്രയാസങ്ങൾ, നേരെ എതിർത്ത് വരുന്നതായ പ്രയാസങ്ങൾ. ഓർക്കുക, ഈ ജീവിതം പ്രയാസമുള്ളതാണ്. കൊടുങ്കാറ്റുകളുണ്ട്, ചുഴലിക്കാറ്റുകളുണ്ട്, ഭീകരമായ കാറ്റേറ്റ് വലയുന്ന അനുഭവങ്ങളുണ്ട്. ജീവിതം പ്രയാസമേറിയതാണ്. പക്ഷേ ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് കാണുന്നൊരു വാക്കുണ്ട്, മറപറ്റി ഓടണം.
മറപറ്റി ഓടണം. നേരെ കുതിച്ച് പായാതെ ഏതെങ്കിലും വിധത്തിൽ മറപറ്റി ഓടാനൊരു സങ്കേതം നിങ്ങൾ കാണണം. അതാത് സമയത്ത് മറപറ്റി ഓടണം എന്ന് പറഞ്ഞാൽ എന്താണ്? മറയാൻ ഒന്നേ ഉള്ളൂ. ഏതാ മറ? യേശുവിൻ്റെ കുരിശ്, ക്രൂശിതനായ ക്രിസ്തു. ക്രൂശിൻ്റെ മറപറ്റി ഓടിയാൽ രക്ഷയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സഹിച്ചതായ കുരിശിനെ മറപറ്റി ഓടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യേശു ക്രിസ്തു കുരിശ് വഹിച്ചതുപോലെ കർത്താവെ ഞാനും കുരിശ് വഹിക്കാൻ തയ്യാറാണ്. യേശു ക്രിസ്തു കുരിശ് വഹിച്ച് ആക്ഷേപം സഹിച്ച് പോയതുപോലെ ഞാനും ഈ കുരിശ് വഹിക്കാൻ തയ്യാറാണ്. അന്ന് യേശു ക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് അവിടെ നിന്ന് നേരെ ഗബ്ബതായിൽ നിന്ന് നേരെ ഗോകുൽത്തായിലേക്ക് പോകുമ്പോൾ ആളുകൾ, നാട്ടുകാർ പരസ്പരം പറഞ്ഞു കാണും. എന്ത് പറഞ്ഞു? ഇത്രയും വലിയ രാജ്യദ്രോഹിയാണോ ഇദ്ദേഹം? നമ്മൾ അറിഞ്ഞില്ലല്ലോ. കണ്ണൂരിൽ കാഴ്ച കൊടുത്തപ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഭീകരനായ ഒരു രാജ്യദ്രോഹിയാണെന്ന് അറിഞ്ഞില്ലല്ലോ. സർക്കാരിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു, അത്രയും വലിയ പാവിയാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പലരും അന്തം വിട്ട് നിന്ന് പറഞ്ഞു നോക്കിയാ, പരിഭ്രമിച്ച് പറഞ്ഞു നോക്കി. അയ്യോ, നമ്മൾ ധരിച്ചതുപോലെ അല്ലല്ലോ ഇയാൾ, നമ്മൾ ധരിച്ചതൊരു വിശുദ്ധനായ ദൈവപുരുഷനാണെന്നാണ്, പക്ഷേ അന്നും അല്ലല്ലോ എന്ന് നാട്ടുകാർ പറഞ്ഞു കാണും, പലരും പറഞ്ഞു കാണും. കാരണം അവരെ വിചാരിച്ചിരുന്നു റോമൻ സർക്കാരിനെ തകിടം മറിച്ച് അവിടെ രാജാവായി വാഴാൻ പോകുന്നവനാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നത്. ആ പ്രതീക്ഷകളിലേറ്റു ഇതാ പീലാത്തോസിന് മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്നു, കൈ പുറകോട്ട് തൂണിലേക്ക് കെട്ടിയിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു, അടികൊണ്ട് വേദനിച്ച് പൊളഞ്ഞുകൊണ്ടിരിക്കുന്നു, മുഖത്ത് തുപ്പലേൽക്കുന്നു, കന്നെ തടിയേൽക്കുന്നു, രോമകൂപങ്ങളിൽ രക്തം തുളിച്ചു വരത്തക്കവണ്ണം മുഖത്തെ രോമങ്ങൾ പറിച്ചെടുക്കുന്നു, തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിക്കുന്നു, ആസകലം ചാട്ടവാറുണ്ടാഞ്ഞ് ശരീരം കീറുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇദ്ദേഹം ഏതോ ഒരു ഘോര അപരാധി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കി തെറ്റിപ്പോയി. കാര്യം നമ്മുടെ രോഗികളെ സൗഖ്യമാക്കി, നമുക്ക് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു, കണ്ണൂരിൽ കാഴ്ച കൊടുത്തു, മരിച്ചവരെ കേട്ടു. അത് എന്തൊക്കെയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ജനം പലരും യേശുവിനെതിരായി തൂക്കുക എന്ന് അട്ടസിക്കുന്നതിൻ്റെ കൂടെ കൂടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു മോബ് സൈക്കോളജിയാണ്. തൂക്കുക എന്ന് പറയുന്നതിൻ്റെ കൂടെ കൂടാൻ ആളുകളുണ്ടാവും, കുറ്റപ്പെടുന്നതിൻ്റെ കൂടെ പറയാൻ ആളുകളുണ്ടാവും, ആക്ഷേപിക്കുന്നതിൻ്റെ കൂടെ കൂടാൻ പറയാൻ ആളുകളുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ഈ ആക്ഷേപങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഒരക്ഷ ഉരിയാടാതെ, ആരോടും പരിഭവമില്ലാതെ, ഇതാ ശാന്തനായി, സൗമ്യനായി, വേദനയേറ്റവനായി, രോഗം ശീലിച്ചവനായി, തണുത്ത പാടുകളുമായി നടന്നു പോകുന്ന യേശുവിനെ നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ വഴി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വഴി ഇതാണ്. ആക്ഷേപങ്ങൾ പെരുകുന്നു, വലിയ പരിഹാസങ്ങൾ പെരുകുന്നു, വലിയ മിഥ്യ അപവാദങ്ങൾ പെരുകുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നാം അക്ഷോഭ്യരായി മുന്നോട്ട് പോകുക. എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെതായ ആശ്രയം കൊണ്ട് ക്രിസ്തു നടന്നുപോലെ നടക്കുന്നു. ഈ യാത്ര ക്ലേശകരമാണ്, ദുഃഖഭൂയിഷ്ടമാണ്. വീണ്ടും നമുക്ക് വായിക്കാം അടുത്ത 9 വാക്യം മുതൽ. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. പൗലോസ് ഒരു ദർശനം കാണുകയാണ് കപ്പലിൽ വെച്ച്. ഈ വലിയ എതിർപ്പുകളുടെയും ആക്ഷേപങ്ങളുടെയും മധ്യത്തിൽ ദർശനം കാണുന്നു, ആത്മാവിൽ ദർശനം കാണുകയാണ്. ഞാൻ കാണുന്നു എന്താണ്? വലിയ നഷ്ടം വരുന്നത് ഞാൻ കാണുന്നു. നമ്മുടെ ഈ കപ്പൽ യാത്രയിൽ വലിയ നാശം വരുന്നത് ഞാൻ കാണുന്നു, മുൻകൂട്ടി കാണുകയാണ്. വലിയ നഷ്ടം വരാൻ പോകുന്നു. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും നമ്മുടെ ജീവന് പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടം വരും എന്ന് ഞാൻ കാണുന്നത് അവരെ പ്രബോധിപ്പിച്ചു. സ്തോത്രം. ആ സമയത്തോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമരിക്കുക, നിങ്ങൾ ഒരിക്കലും അമ്പരന്ന് പോകരുത്, പരിഭ്രമിച്ചു പോകരുത്, ധൈര്യമരിക്കൂ. ദൈവത്തിന് സ്തോത്രം. അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്യം. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ക്യാപ്റ്റൻ, കപ്പലിൻ്റെ കപ്പിത്താൻ പറയുന്നതാണ് ശതാധിപൻ വിശ്വസിച്ചത്. പൗലോസ് പറഞ്ഞ ദർശനമൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ കാണുന്നു പറഞ്ഞാൽ, ഞാൻ ദർശനം കാണുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് മനസ്സിലാകാനാണ്? ഒരു പുറജാതി പട്ടാളക്കാരന് എന്ത് മനസ്സിലാകും? ഒന്നും മനസ്സിലാവുകയില്ല. ആത്മാവിൻ്റെ ദർശനം കാണുന്നു പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ചിലർ ദർശനം കാണുന്നു പറയുമ്പോഴേക്കും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ദർശനങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കള്ളനാണയങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. കള്ളനാണയങ്ങൾ, കള്ളനോട്ടുകൾ ധാരാളം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശനമുണ്ട്, പക്ഷേ ആത്മാവിൻ്റെ ദർശനമുണ്ട്. അത് ജഡീകമായി ദർശനങ്ങൾ കാണും. അബദ്ധമാണ്, ഫോഷ്കാണത്. അന്യഭാഷയുണ്ട്. ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ ഇറങ്ങി വരും. പക്ഷേ അതേ സമയത്ത് ചിലപ്പോൾ പിശാച് അന്യഭാഷ ഫോഷ്കിൻ്റെ
വ്യാപാരം തരും. അതുകൊണ്ടാണ് വിവേചനം ആവശ്യമായിരിക്കുന്നത്. ആത്മാവിൽ വിവേചിക്കണം. ഏത് ശരി ഏത് തെറ്റെന്ന് വിവേചിക്കാനുള്ളത് ആത്മാവിൻ്റെ കൃപാവരം വേണം. എല്ലാം ആത്മീയമാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കുന്നു, അടുത്ത വാക്യം. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കപേരും ആലോചന പറഞ്ഞു. ക്രേത്ത തുറമുഖം, ക്രീറ്റ്, ഇറ്റലി അടുത്തുള്ള ഒരു ഒരു ദ്വീപാണ് ക്രേത്ത. അവിടെയാണ് പിന്നീട് തീത്തോസ് ബിഷപ്പായി വാണത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശിഷ്യനായിരുന്ന തീത്തോസ് അവിടെയാണ് വാണത്. തീത്തോസ്. വായിക്കാം. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് വളരെ നല്ല സുഖശീതളമായ കാറ്റ്, തെക്കൻ കാറ്റ്, കൊടുങ്കാറ്റൊന്നുമില്ല, വലിയ പ്രയാസങ്ങളില്ല. തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്നു, സൗഖ്യപ്രദമായിട്ട് ഊതുന്നു. ക്രിസ്തീയ ജീവിതം അങ്ങനെയുമുണ്ട്. ചിലപ്പോൾ നല്ല കാലം വരും, നല്ല ശാന്തത വരും, നല്ല ധൈര്യം വരും, നല്ല പ്രത്യാശ വരും, ഒരു സുഖശീതളമായ അനുഭവം കിട്ടും, ചിലപ്പോൾ കിട്ടും. പക്ഷേ അപ്പോൾ നാം ഒരിക്കലും തൃപ്തിപ്പെട്ടു പോകരുത്. നല്ല എല്ലാം ശരിയായാലും ഇനി കുഴപ്പമില്ലെന്ന് വിചാരിക്കരുത്. അടുത്ത് വരാൻ പോകുന്നു. തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്ന കാറ്റും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചില സൗഖ്യം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, ഇടയ്ക്ക് ചില സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, ഇടയ്ക്ക് ആശ്വാസം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞങ്ങളുടെ താല്പര്യം സാധിച്ചെന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ് അടിച്ചു. സ്തോത്രം. അല്പം ശാന്തതയുള്ള കാറ്റ് വന്നതിന് ശേഷം ഇതാ പെട്ടെന്ന് നടന്നത് കൊടുങ്കാറ്റ്, ഭയങ്കരമായ സൈക്ലോൺ, വലിയ ഭയങ്കരമായ ചുഴലിക്കാറ്റ്. അത് ആഞ്ഞടിക്കുന്ന ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ്, ഭയങ്കരമായ കൊടുങ്കാറ്റ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുമായിരിക്കും. ഈ പെരുവെള്ളം ഇങ്ങനെ കവിഞ്ഞു വരുന്നു. ശാന്തമായി നിൽക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഇതാ വെള്ളം വന്നപ്പോഴേക്കും അയാളെ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അയാളുടെ വീട് തകർന്നു പോയി. വീട് നല്ലപോലെ പണിതിരുന്നതായി വീട് അത് ഉടഞ്ഞ് മുഴുവൻ തകർന്നു. ആ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വെള്ളം ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. എല്ലാം കുത്തനെ ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ വരാം. ഒരു കുഴപ്പമില്ല. നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ലൊരു ജോലി കിട്ടി, നല്ല വരുമാനം കിട്ടി, നല്ല വിവാഹം നടന്നു, എല്ലാം ഓൾ റൈറ്റ്, നല്ലത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നാണ് ഒരു ചുഴലിക്കാറ്റ് വീശുന്നത്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് അറിയുന്നത് ഒരാൾക്ക് മാരകമായ രോഗമാണെന്ന്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ പ്രായത്തിൽ രോഗമോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ മനസ്സിലായത് രോഗം അത് വളരെ അപായകരമായ രോഗമാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരാളിനെ വിളിച്ചു, പറഞ്ഞു, സാറേ, ഒരു മാരകമായ രോഗമാണ് വന്നിരിക്കുന്നത്, അതിന് ചികിത്സയില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ചികിത്സയില്ല. അത് ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല. പേര് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുമില്ല. ഞാൻ ചോദിച്ചത് എന്ത് രോഗമാണ്? സാറേ, ഈ ഡോക്ടർ പറഞ്ഞത് ഇത് മാറാ രോഗമാണെന്നാണ്, ഇതിന് ചികിത്സയില്ലെന്നാണ് പറഞ്ഞത്. സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ എനിക്കൊന്നും അറിയാൻ വയ്യല്ലോ. പക്ഷെ പിന്നെയും എനിക്ക് ഒരു കാര്യം അറിയാം. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് കൊടുത്താൽ, ഒരു സമർപ്പണം എടുത്താൽ യേശുക്രിസ്തുവിൻ്റെ ഉള്ളത്തിൽ വരും. നിങ്ങൾക്ക് ഇഹത്തിൽ ചിലപ്പോൾ രോഗം മാറ്റിയെന്ന് വരാം. കർത്താവിൻ്റെ ഹൃദയം തന്നെ എനിക്കറിയാൻ വയ്യല്ലോ. ഇല്ല, രോഗം മാറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശം കിട്ടും. ജീവിതം കർത്താവിന് സമർപ്പിക്കൂ. ഈ രോഗാവസ്ഥയിൽ ജീവിതം കർത്താവിന് സമർപ്പിക്കൂ. ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാം ശ്രദ്ധയോടെ കേട്ടോ. അദ്ദേഹം വളരെ താല്പര്യമായിട്ട് കേട്ടു. മാറാ രോഗമാണെന്ന്. ക്യാൻസറൊന്നുമല്ല, വേറെ ഏതോ രോഗമാണ്. ക്യാൻസറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമല്ലോ, വേറെ എന്തോ ഒരു രോഗം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വേറൊരാൾ വിളിച്ചു, ശരീരത്തിൻ്റെ മാംസപേശികൾ കുറേശ്ശെയായി ശോഷിച്ചു വരുന്നു. അത് ചികിത്സിച്ചിട്ട് ഫലമില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. മാംസപേശികൾ അത് അത് മെലിഞ്ഞു വരുന്നു. മാംസളമായ ഭാഗങ്ങൾ മെലിഞ്ഞു വരുന്നു. ഇപ്പോൾ അതുകൊണ്ട് വേണ്ടതുപോലെ ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല, കൈയെല്ലാം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇത് ഇനി അനങ്ങാതാകുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. വളരെ ദയനീയമായ രീതിയിൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷകൾ എല്ലാം മറ്റുപോകുന്ന സമയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പ്രതീക്ഷയേറ്റുപോയവരാരെങ്കിലും ഈ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഇവിടെയുള്ളവരോ അല്ല ദൂരെ നിന്ന് കേൾക്കുന്നവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കൊരു കാര്യം പറഞ്ഞു തരാം.
ഏത് പ്രതീക്ഷയറ്റ അനുഭവത്തിലിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നാൽ യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ഉടയവനാണ്. സ്തോത്രം. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല, ആരും തടസ്സമല്ല. കർത്താവായ യേശു ക്രിസ്തു ഒന്ന് നിരൂപിച്ചാൽ മതി, രോഗം സൗഖ്യമായിരിക്കും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അപകടങ്ങൾ എവിടെയാണ് പതിയിരിക്കുന്നത് ആർക്കറിയാം? എവിടെയാണ്? സ്തോത്രം. എല്ലായിടത്തുമുണ്ട് അനർത്ഥങ്ങൾ, അപകടങ്ങൾ. ഇന്നിപ്പോൾ നീ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു. നാളെ എന്താണ് സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എന്ത് സംഭവിക്കാമല്ലോ. നാളെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. തീരാവേദനകൾ വരുന്ന ആളുകളുണ്ട്, തീരാവേദനകൾ. യാതനകൾപ്പെട്ട് അലയുന്നവരുണ്ട്, വളരെ വിഷമിക്കുന്നവരുണ്ട്, വലയുന്നവരുണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നത് എന്താണ്? കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ് അടിച്ചു. ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചു, കപ്പലങ്ങ് പാറിപ്പോവുകയാണ്. അടുത്ത വാക്യം. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. കപ്പൽ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല. കപ്പിത്താൻ വിഷമമായി, പ്രയാസമായി. ഈ കപ്പലിലെ തടവുള്ളിയായ പൗലോസ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യേണ്ട, അപകടമാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ദർശനം കിട്ടിയതാണ് പറഞ്ഞത്. പക്ഷേ അതനുസരിക്കാതെ പുറപ്പെട്ടല്ലോ. കപ്പൽക്കാരനും കപ്പിത്താനും പ്രയാസമായി. അടുത്ത വാക്യം. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിൽട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകയുണ്ട്. പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. പിറ്റേന്ന് കപ്പലിലുള്ള ഭാരം കുറയ്ക്കാൻ ചരക്കെല്ലാം പുറത്തേക്ക് കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടുകളഞ്ഞു. സാധനങ്ങൾ അതെല്ലാം താഴെ ഇട്ടിട്ടു, എല്ലാം കടലിലേക്ക് ഇട്ടു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. ഞാൻ ആ വാക്യം എൻ്റെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്തു. എന്താണ് വാക്യം? വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. എല്ലാവരുടെ ആശ പോയി. ഇനി പ്രതീക്ഷയില്ല. കപ്പൽ കോപ്പെല്ലാം എടുത്തു കളഞ്ഞല്ലോ. ഇനി തുഴയാനൊന്നും മാർഗമൊന്നുമില്ലല്ലോ. എന്തു ചെയ്യാം? തീരാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടലിൽ താഴും. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. വളരെ നാൾ സൂര്യനെ കാണാനില്ല. ആകാശം ഇരുണ്ട് മൂടിയിരിക്കുന്നു. ഈ കടലിലെ പെരുവെള്ളം, മുകളിൽ ആകാശം, ഇരുണ്ട് മൂടിയ ആകാശം, ഒരു സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങൾ കാണുന്നില്ല, എല്ലാം ഇരുണ്ട് മൂടി. പകലേതാ രാത്രി ഏതാ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ രക്ഷപ്പെടുന്നുള്ള ആശയൊക്കെ അറ്റുപോയി. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്താണെന്നറിയാമോ? കേൾക്കുന്ന കേൾവിക്കാരെ ചിലർ രക്ഷപ്പെടുന്നുള്ള ആശയൊക്കെ അറ്റുപോയവരിപ്പുണ്ട്. രക്ഷപ്പെടുന്ന പ്രതീക്ഷ നശിച്ചവർ ഇനി നല്ല കാലം കിട്ടുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ എഴുന്നേൽക്കില്ല എന്ന് ഉറച്ചിരിക്കുന്നവരുണ്ട്. എൻ്റെ ഈ രോഗം മാറുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. എൻ്റെ കടം തീരുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ സമാധാനം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. എൻ്റെ കഷ്ടകാലം എന്നോർത്ത് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. സ്തോത്രം. അത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. എന്നും കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിരക്തി വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. എന്നും കേൾക്കുന്നുണ്ട്. രക്ഷപ്പെടുന്നുള്ള ആശയൊക്കെ അറ്റുപോയ മനുഷ്യനായിരുന്നു ഞാൻ. ആത്മാവിൻ്റെ രക്ഷയല്ല. അതൊക്കെ ഒരു ചിന്താ വിഷയമായിരുന്നില്ലല്ലോ. 2 നേരം നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, മരണ പെരുന്നാൾ പോലും നോക്കും കൃത്യമായിട്ട്. ബുധൻ വെള്ളി നോമ്പ് നോക്കും. എല്ലാം വളരെ കൃത്യമായിട്ടാണ്. പള്ളി എല്ലാ ആരാധന എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചൊന്നും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആത്മാവുണ്ടോ അതുപോലെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊന്നും അറിയാൻ പറ്റുന്നില്ല. അറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി അങ്ങനെ പോകുന്നു. നമസ്കാരങ്ങൾ ചൊല്ലി അങ്ങനെ ജീവിക്കുന്നു. എല്ലാം കുമ്പിട്ട് നമസ്കരിക്കുന്നു. ഒരു ചിട്ടപ്പെട്ട ജീവിതം തന്നെയായിരുന്നു. അത് ഞങ്ങളുടെ വീടുകളിലെല്ലാം തന്നെ അങ്ങനെയാണ്. എല്ലാം ചിട്ടപ്പെട്ട ഒരു ജീവിതമുണ്ട്. മിക്കവാറും വീടുകളിലൊക്കെ ഒരു പ്രാർത്ഥനയും നമസ്കാരമൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പക്ഷേ ശരീരപ്രകാരം പറഞ്ഞാൽ, ലോകപ്രകാരം പറഞ്ഞാൽ പ്രതീക്ഷ നശിച്ചുപോയി. പ്രതീക്ഷയില്ല. വാടിപ്പോയി. സ്തോത്രം. മുഖം വാടിപ്പോയി. വാടിയ മുഖം തളർന്നുപോയി. ഒരിക്കലും മുഖം തെളിയില്ലായിരുന്നു. എൻ്റെ മാത്രമല്ല, അമ്മയുടെയും പെങ്ങളുടെയും ഞങ്ങളുടെ മുഖം തെളിയില്ലായിരുന്നു. അത് ഞാൻ നാൾ പറഞ്ഞില്ലേ,
ശോകമുഖമായ അന്തരീക്ഷം, വാടിയ മുഖം. സ്തോത്രം. ചിലപ്പോൾ ഞാൻ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കും. എന്തുമാത്രം കരഞ്ഞു അമ്മ. പെങ്ങളുടെ ഫോട്ടോ എടുത്ത് തന്നെയുണ്ട്. ആ ഫോട്ടോയിലേക്ക് നോക്കും, എന്തുമാത്രം യാതന സഹിച്ചു. സ്തോത്രം. ഞാൻ പിന്നെ അന്നേരം ഞാൻ ചിന്തിക്കും, എനിക്ക് ഈ യാതനയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല, ഒന്നിനും പ്രയാസം നേരിടേണ്ടി വന്നില്ല. കൃഷി ഉണ്ടായതുകൊണ്ട് നെല്ലുണ്ട്, ജീവിച്ചു പോകാനുള്ള മാർഗ്ഗങ്ങൾ കഷ്ടിച്ചൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല, നിരാശ മാത്രമായിരുന്നു. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. എൻ്റെ നല്ല കാലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അറ്റുപോയിരുന്നു. സ്തോത്രം. എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ, ജീവനുള്ള ദൈവത്തെ ഞാൻ സ്തുതിക്കട്ടെ. പ്രതീക്ഷ നശിച്ചുപോയ ഒരു സാധു മനുഷ്യൻ. സ്തോത്രം. മുഖം വാടിയ ഒരു സാധു മനുഷ്യൻ, തളർന്നു പോയ ഒരു മനുഷ്യൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവം കൃപ ചെയ്തു. യേശു എൻ്റെ അകത്തേക്ക് വന്നു. വേറൊന്നുമല്ല, യേശുവിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ ഒരിക്കലും യേശു വരണമെന്ന് പ്രാർത്ഥിച്ചില്ല. കാരണം ഉണ്ടെന്ന് എൻ്റെ ധാരണ. യേശുവൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. ഭക്തിയാണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയപ്പെടുന്ന പാപങ്ങളൊന്നും ചെയ്തില്ല, വേണ്ടാത്ത കൂട്ടുകെട്ടൊന്നും പോയില്ല. ഭാഗ്യം. കോപമുണ്ടായിരുന്നു, വലിയ കോപിയായിരുന്നു, മുൻകോപിയൊക്കെ ആയിരുന്നു. അമ്മയോട് കോപിച്ചിട്ടുണ്ട്, വളരെ കോപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോപമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പാവമായിട്ടൊന്നും ചിന്തിച്ചിട്ടുമില്ല. അത് പാവമാണെന്ന് മനുഷ്യനല്ലേ, കോപിക്കും, അത്രേ ഉള്ളൂ. അതൊന്നും ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ പ്രതീക്ഷ നശിച്ചുപോയ ഒരു ജീവിതം. എന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് അതുപോലെ വാടിയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭാവിയെക്കുറിച്ചുള്ളതായ എല്ലാ മോഹന സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങിയവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പറ്റില്ല എന്നപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ എല്ലാം കരിഞ്ഞുപോയി. വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ഭാഗ്യവശാൽ പഠിക്കാൻ കർത്താവ് ഒരു കൃപ തന്നിരുന്നു. നല്ല മാർക്കോടൊക്കെയാണ് 10ാം ക്ലാസ് പാസ്സായത്. പക്ഷേ പിന്നെ പഠിക്കാൻ പറ്റിയിരുന്നപ്പോഴേക്കും എൻ്റെ പ്രതീക്ഷകളൊക്കെ കരിഞ്ഞുപോയി. എൻ്റെ ആശയൊക്കെ അറ്റുപോയി, തീർന്നു. ഒരേക്കാളുടെ കൃഷി, വേലക്കാരുണ്ട് എങ്കിലും ആ കൃഷി കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഒരു പാവപ്പെട്ട കർഷകനായിട്ട് ജീവിക്കാം. സ്തോത്രം. ഐ വാസ് റിസൈൻ ടു ഫെയ്റ്റ്. ഞാൻ എൻ്റെ വിധിക്ക് ഞാൻ റിസൈൻ ചെയ്ത് അങ്ങ് ഞാൻ വിധിക്ക് കീഴടങ്ങി. പ്രതീക്ഷയെല്ലാം തീർന്നു, എല്ലാം താഴെ വെച്ചു. സ്തോത്രം. പക്ഷേ ഞാൻ അറിഞ്ഞില്ല യേശു പ്രതീക്ഷകൾ താഴെ വെച്ചില്ല എന്ന്. യേശു കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഭൂമിയിൽ അപ്പനില്ലാത്ത ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ യേശുക്രിസ്തു ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞില്ല. യേശുക്രിസ്തു ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നു. അവിടുന്ന് എൻ്റെ അനുവാദം ചോദിക്കാതെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ പൊട്ടി കരയാൻ തുടങ്ങി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരാശയുണ്ട്. ഈ വചനങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഇന്ന് യേശുവിനെ കണ്ടുകൊണ്ട് എഴുന്നേൽക്കണമെന്ന്, യേശുവിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കണമെന്ന്. നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ യേശു വന്നിട്ടുണ്ട്. പ്രതീക്ഷകൾ പുതുക്കി തരാൻ യേശു വന്നിട്ടുണ്ട്. സ്വപ്നങ്ങൾ വിരിയിച്ചു തരാൻ യേശു വന്നിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ ദാതാവ് നിങ്ങളുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളുടെ മുമ്പിൽ ശാന്ത തരാൻ കഴിവുള്ള ഒരാൾ കടന്നു വന്നിട്ടുണ്ട്. ഏതേത് കൊടുങ്കാറ്റിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ആ കൊടുങ്കാറ്റിൻ്റെ ഭീകരമായ താണ്ഡവം നിങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കാൻ നിങ്ങളെ താങ്ങുന്ന യേശുക്രിസ്തു വന്നിട്ടുണ്ട്. യേശുക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളെ തൊടാൻ കരം നീട്ടുകയാണ്. ആ തിരക്തം പുരണ്ട കരം ആണിപ്പോൾ ഉള്ള കരം നിങ്ങളുടെ തലമേലേക്ക് യേശുവിന് മനസ്സാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ എന്ന് ചോദിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? നിങ്ങൾ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ നോക്കിക്കൊണ്ട് കടന്നു പോവുകയാണ്. എല്ലാം കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഏതുമില്ലയോ? ഒരാളിവിടെ കുരിശിൽ കിടന്ന് പിടയും, നിങ്ങൾക്ക് ഏതുമില്ലയോ? നീതിമാനായവൻ കുരിശിൽ കിടന്ന് പിടയും, നിങ്ങൾക്ക് ഏതുമില്ലയോ? കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾക്ക് ഏതുമില്ലയോ? എൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾ എഴുന്നേൽക്കുമോ? നിങ്ങളുടെ പ്രതികൂല കാറ്റുകളെ ശാന്തമാക്കുന്ന നിങ്ങളുടെ നാഥൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾ എഴുന്നേൽക്കുമോ? നിങ്ങളുടെ നാഥൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കാൻ നിങ്ങൾ എഴുന്നേൽക്കുമോ? രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ ആണിപ്പാട് കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ വെച്ച് കൊടുക്കുമോ? യേശു അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് കാരുണ്യവായ്പോടെ കർത്താവ് ചോദിക്കുന്നു, മോനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, മോളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തി എന്ന് ഞാൻ എന്നോടും കൂടി അത്താഴം കഴിക്കാം. നമുക്ക് ഒരുമിച്ച് വിരുന്ന് മേശയിലിരിക്കാം. നമുക്ക് ഒരുമിച്ച് സ്വർഗീയ മേശയിലിരിക്കാം. താതനൊരുക്കുന്ന മേശയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തിൻ്റെ പർദീസായിൽ കഴിയാം.
ഹല്ലേലൂയ. യേശുവിനോട് വാഴുക. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. യേശുവിനോട് വാഴുക. പ്രതികൂല കാറ്റുകളെ കണ്ട് ഭയപ്പെടരുത്. യേശുവിനെ വിളിക്കുക. യേശു അരികത്ത് വരും. യേശുവിനെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. 276 പേരെയും യേശു രക്ഷിച്ചു. യേശു ഇന്ന് നിങ്ങൾ രക്ഷിക്കാൻ ശക്തനാണ്. നിങ്ങൾ യേശുവിനെ വിളിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ. എൻ്റെ യേശുവേ, ഇത്രയും കാലം യേശുവിനെ അറിയാതെ ഞാൻ ജീവിച്ചു പോയി. ഇത്രയും കാലം ഒരു പാപിയാണെന്ന് തിരിച്ചറിയാതെ ഞാൻ ജീവിച്ചു പോയി. ഇത്രയും കാലം എൻ്റെ ജീവിതം നിനക്ക് തരാതെ ഞാൻ ജീവിച്ചു പോയി. പിശാചിൻ്റെ കയ്യിൽ പിശാച് പന്താടുന്നതിനായി ഞാൻ ജീവിച്ചു പോയി. ഇന്നിതാ ഞാൻ പിശാചിൻ്റെ കയ്യിലുള്ള എൻ്റെ ജീവിതം എടുത്ത് നിൻ്റെ കയ്യിലേക്ക് ഞാൻ മാറുന്നു. യേശുവേ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. നീ എടുത്ത് വിശുദ്ധീകരിക്കണമേ. തിരക്തത്താൽ എന്നെ കഴുകണമേ. തിരക്തത്തിൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ അഗ്നിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ തീജ്വാലയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ നിൻ്റെ കരം വയ്ക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരുടെ അരികത്തോടെ യേശു നടന്നു വരുമ്പോൾ യേശുവിനെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. വാസ്തവമായി നിങ്ങളുടെ ജീവിതം യേശു നിങ്ങൾ കൈമാറുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ രാജാതിരാജ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം തൊടണമേ. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിൽ മനഃശാന്തി നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തോടു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവേ, നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ. ശക്തി പകരണമേ. തീജ്വാല ഓരോരുത്തരെയും മേൽ സ്പർശിക്കണമേ. തീജ്വാല തൊട്ട് ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. തീയാൽ അഭിഷേകം പകരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.